നമുക്ക് നൽകിയത്. കർത്തവ്യപഥിൽ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡ് അരങ്ങ് ഏറുമ്പോൾ കേരളത്തിന് നിശ്ചല ദൃശ്യമില്ലെങ്കിലും സംഘാടനം മുതൽ പരേഡ് വരെ അടിമുടി മലയാള തിളക്കമാണ്. സേനാ വിഭാഗങ്ങൾ മുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ നയിക്കുന്നവരിൽ വരെ മലയാളികളുണ്ട്. പ്രധാന സംഘാടകരും മലയാളികളാണ്. കർത്തവ്യപഥത്തിലെത്തുന്ന കാണികൾക്ക് ആവേശം പകരുന്ന കരസേനയുടെ പരേഡ് കടന്നുപോകുമ്പോൾ ഇക്കുറി കേരളത്തിന് അഭിമാനിക്കാം. 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കരസേനയുടെ പരേഡ് സംഘത്തിലുള്ളത് 14 മലയാളി സൈനികർ. കരസേനയുടെ കോർ ഓഫ് സിഗ്നൽസ് റെജിമെന്റിലെ അംഗങ്ങളായ മലയാളി സൈനികർ 2020 പരേഡിലും പങ്കാളികളായിരുന്നു. കരസേനയുടെ ബാൻഡ് സംഘത്തിലുമുണ്ട് മലയാളി സാന്നിധ്യം. മ്യൂസിക് ഡയറക്ടർ തിരുവനന്തപുരം സ്വദേശി ലഫ്റ്റനന്റ് കേണൽ യു ഗിരീഷ് കുമാറാണ്. ഞങ്ങൾ അറൌണ്ട് 860 പീപ്പിൾസ് ഉണ്ട്. മലയാളീസ് ഞങ്ങൾ ഒരു 10-15 പേരുണ്ട്. കുറച്ച് ക്ലാസിക്കൽ ട്യൂൺസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോക റെക്കോർഡിന്റെ തിളക്കത്തിൽ ബൈക്ക് അഭ്യാസത്തിനെത്തുന്ന കരസേനയുടെ ഡയർ ഡബിൾസ് സംഘത്തിലുമുണ്ട് 2 മലയാളികൾ. കൊല്ലം സ്വദേശികളായ അജിം ഷായും അരുണും. കരസേനയുടെ കരുത്ത് കാട്ടുന്ന യുദ്ധ ഉപകരണങ്ങൾ നയിക്കുന്നവരിലുമുണ്ട് മലയാളി സൈനികർ. വ്യോമസേനയുടെ 75-അംഗ ബാൻഡ് സംഘത്തെ നയിക്കുന്നവരിൽ ഒരാൾ മലയാളിയായ കോർപ്പറൽ സുമിത് PB ആണ്. സുമിത്തിന്റെ 7ാമത്തെ റിപ്പബ്ലിക് പരേഡാണിത്. CRPF പരേഡ് സംഘത്തെ നയിക്കുന്നത് എറണാകുളം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡന്റ് ഐശ്വര്യ ജോയിയും. സംഘത്തിന്റെ പരിശീലന ചുമതല പന്തളം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡന്റ് മേഘ നായർക്കാണ്. കഴിഞ്ഞ വർഷം CRPF സംഘത്തെ നയിച്ചത് മേഘയായിരുന്നു. വളരെ സന്തോഷമുണ്ട് വീണ്ടും പങ്കെടുക്കാൻ പറ്റിയതിൽ. തീർന്നില്ല, സംഘാടനത്തിലുമുണ്ട് മലയാളിയുടെ കയ്യൊപ്പ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ചുമതല വഹിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏകോപന ചുമതലയിൽ കായംകുളം സ്വദേശി IAS ഉദ്യോഗസ്ഥനുമായ R സൂരജുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെടുന്ന അതിഥികളുടെ എണ്ണം നമ്മൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10,000-ഓളം അതിഥികൾ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട്. ഹെറിറ്റേജിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വികസനത്തിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടാബ്ലോസ് ആണ് ഇത്തവണ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ബാൻഡ് സംഘത്തിലുമുണ്ട് 4 മലയാളി ഉദ്യോഗസ്ഥർ. ബീറ്റിംഗ് ദ റിട്രീറ്റ് സെറമണിയിലെ ബാൻഡ് സംഘത്തിന്റെ പ്രിൻസിപ്പൽ കണ്ടക്ടർ നാവികസേന ഉദ്യോഗസ്ഥനായ കമാൻഡർ മനോജ് സെബാസ്റ്റ്യനാണ്. പരേഡിനെ സമ്പന്നമാക്കുന്ന ദില്ലി പോലീസ് അടക്കം അർദ്ധസൈനിക വിഭാഗങ്ങളിലും മലയാളി ഉദ്യോഗസ്ഥരുടെ നിരയുണ്ട്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദിനേശനടക്കമുള്ളവരുടെ വ്യഥയങ്ങ് മാറിക്കാണും. മലയാളി പൊളിയല്ലേ എന്ന്